വീണ്ടും പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ കോലവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത്. ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബാരിക്കേഡിന്റെ മുകളിൽ കയറിയവർ പ്രതിഷേധിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്നതും വടിയെറിയുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തകരുള്ളത്. എല്ലായിടത്തും വലിയ സംഘർഷഭരിതമായൊരു സാഹചര്യം തന്നെയാണ് ഈ പ്രതിഷേധത്തിനിടയിൽ ഒക്കെ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ പ്രതിഷേധം, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലവുമായുള്ള പ്രതിഷേധം അവിടെ നടക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് സമരക്കാർ. അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിയുന്നതും മറ്റും നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്തും 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. ഈ BJP പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനായി. പിന്നീട് തൊട്ടു പിന്നാലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നു. സെക്രട്ടേറിയറ്റിന്റെ ആനക്സ് 2-ലെ ഗേറ്റൊക്കെ മറികടന്ന് അവർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് അവിടെ നിന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ പോലീസ് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അപ്പോഴാണ് കോട്ടയത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? സംഘർഷ സമാനമായ സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രതിഷേധത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാരിക്കേഡുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പല പ്രവർത്തകരും ബാരിക്കേഡ് മറികടന്ന് അപ്പുറേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പല പ്രവർത്തകരും പലയിടങ്ങളിൽ നിന്നായി പോലീസിന് നേരെ കല്ലുകളും വടിയും വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. ഒരു വീപ്പ ഉയർത്തി ബാരിക്കേഡിന് മുകളിലൂടെ പോലീസുകാർക്ക് നേരേക്ക് ഇടുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ വലിയ സംഘർഷമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പരിക്കേറ്റ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തൊട്ടപ്പുറേ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അപ്പുറേക്ക് മാറ്റിയിട്ടും ഉണ്ട് ഈ ഘട്ടത്തിൽ. ഏതായാലും പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ വീട്ടമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അല്പനേരം മുമ്പ് DCCയുടെ നേതൃത്വത്തിലും മെഡിക്കൽ കോളേജിലേക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബാരിക്കേഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഈ പ്രതിഷേധ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൂടി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പലരും ഈ കല്ലുകളും മറ്റും അപ്പുറം നിൽക്കുന്ന ബാരിക്കേഡിന് അപ്പുറ ഭാഗത്ത് നിൽക്കുന്ന
പോലീസിന് നേരെ എറിയാനുള്ള ഒരു ശ്രമം കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം എവിടെ ഉണ്ടായാലും അത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കറിയാം. പക്ഷേ ഇത് മറ്റിടങ്ങളിലെ പോലെയല്ല. മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്. സംഘർഷഭരിതമായൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച് പറഞ്ഞു മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ? ഇത് രോഗികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുകയല്ലേ ചെയ്യുക? തീർച്ചയായും അമൃത, ഇവിടെ മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു വഴി, ആ വഴിയാണ് നിലവിൽ ബാരിക്കേഡ് വെച്ച് തകർന്നിട്ടുള്ളത്. മറ്റുള്ള ഭാഗത്തുകൂടി രോഗികൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം നിലവിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഈ പ്രതിഷേധക്കാരുടെ സംഘർഷ സമാനമായ പെരുമാറ്റം അയവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അവരെ തടയുകയാണ്. മെഡിക്കൽ കോളേജിനുള്ളിലേക്കുള്ള പ്രതിഷേധ മാർച്ച് തടയുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള 2 എൻട്രൻസിന്റെ ഒരു ഭാഗം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു ഭാഗത്തു കൂടി വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് രോഗികളെ അടക്കം ആംബുലൻസ് അടക്കം കടന്നു പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ഭാഗം പൂർണ്ണമായും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്.